നമസ്കാരം, ഞാൻ ഡോക്ടർ പി വി മജീദ്, ഡോക്ടർ എം ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളത്തിൻ്റെ ശരിയായ അളവ് കണക്കാക്കിയാണോ നിങ്ങൾ വെള്ളം കുടിക്കുന്നത്? വെള്ളം ശരീരത്തിന് അത്യാവശ്യമാണ്. ശരീരത്തിൻ്റെ 60 മുതൽ 70% വരെ വെള്ളമാണ്. അതിനാൽ ശരിയായ അളവിൽ വെള്ളം കുടിക്കുന്നതാണ് വേണ്ടത്. നമ്മുടെ ദൈനംദിന ആരോഗ്യത്തിനും ശരീരപ്രവർത്തനത്തിനും വെള്ളം അത്യന്താപേക്ഷിതമാണ്. ശരിയായ അളവ് എത്രയാണ്? പുരുഷൻ 3.7 ലിറ്റർ, സ്ത്രീ 2.6 ലിറ്റർ. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ആവശ്യം വ്യത്യാസപ്പെട്ടെന്നിരിക്കും. കൂടുതൽ വെള്ളം കുടിക്കേണ്ടവർ കായിക പ്രവർത്തനം ചെയ്യുന്നവർ, ചൂട് കാലാവസ്ഥയിൽ താമസിക്കുന്നവർ, പ്രമേഹം, ഹൈ BP, കിഡ്നി രോഗം ഉള്ളവർ, ഗർഭിണികളും മുലയൂട്ട് അമ്മമാരും ഇതിൽപ്പെടുന്നു. എന്തുകൊണ്ട് ഈ അളവിൽ വെള്ളം കുടിക്കണം? ശരീര താപനില നിയന്ത്രിക്കാൻ, വിഷവസ്തുക്കൾ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ, ശരിയായ ദഹനം, കൃത്യമായ മലവിസർജനം സംഭവിക്കാനും, കരളിന്റെയും വൃക്കയുടെയും പ്രവർത്തനം മെച്ചപ്പെടുത്താനും, ഫലപ്രദമായ ചർമ്മ സംരക്ഷണത്തിനും വെള്ളം കുടിക്കാതെ പോയാൽ സംഭവിക്കുന്ന നിരവധി അവസ്ഥകളുണ്ട്. ദാഹം, തളർച്ച, ക്ഷീണം, തലവേദന, ചർമ്മം വരണ്ടുപോകൽ, കിഡ്നി സ്റ്റോൺ, പ്രമേഹവാദത്തിലേക്കുള്ള അധിക പ്രശ്നങ്ങൾ, ദഹനക്കുറവ്, കോൺസ്റ്റിപ്പേഷൻ എന്നിവയാണ് ശരീരത്തിൽ വെള്ളം കുറഞ്ഞാൽ സംഭവിക്കുന്നത്. മൂത്രത്തിന്റെ നിറം മഞ്ഞയായി മാറുന്നു, അധരങ്ങൾ ഉണങ്ങുകയും ചുവപ്പാകുകയും ചെയ്യുന്നു, ക്ഷീണം അനുഭവപ്പെടുന്നു. വെള്ളം കുടിക്കേണ്ടത് ശരിയായ രീതി എന്താണെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ 2 ഗ്ലാസ് വെള്ളം വയറിലെ വിഷവസ്തുക്കളെ നീക്കം ചെയ്യാൻ സഹായിക്കും. ഭക്ഷണത്തിന് 30 മിനിറ്റ് മുമ്പും 1 മണിക്കൂറിന് ശേഷവും വെള്ളം കുടിക്കുക. 1 ഗ്ലാസ് വെള്ളം കുടിച്ച് 20 മുതൽ 30 മിനിറ്റ് കഴിഞ്ഞ് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. നേരെ കുടിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ തണ്ണിമത്തൻ, പച്ചക്കറി സൂപ്പ്, നാരങ്ങാ വെള്ളം എന്നിവ വഴി വെള്ളം ഉൾക്കൊള്ളാവുന്നതാണ്. ചൂട്, തണുപ്പ് കൂടിയ വെള്ളം ഒഴിവാക്കി മിതമായ താപനിലയിലുള്ള വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ദിനം പ്രതി ശരിയായ അളവിൽ വെള്ളം കുടിക്കാം.